ഈ ലാലേട്ടന്റെ ചാട്ടം നേരിട്ട് കണ്ട ഒരാൾ കൂടെയാണല്ലോ. അത് ശരിക്കും എങ്ങനെയായിരുന്നു റീല്? അന്നാണ് ഞാൻ ആദ്യമായിട്ട് ലാലേട്ടൻ ദേഷ്യപ്പെടുന്നത് കാണുന്നത്. ചാട്ടം പുള്ളി തന്നെ ചെയ്തതാ, ഒരു പരിപാടിയും ഇല്ല, ഒരു ഒന്നുമില്ല പുള്ളി. അതിന് അത് കണ്ടപ്പോഴത്തെ എൻ്റെ എക്സ്പ്രഷൻ ശരി റിയൽ ആയിട്ടുള്ള എക്സ്പ്രഷനാണ്. ആട് ത്രീലുണ്ടോ? ഷെട്ടി തിരിച്ചു വന്നുണ്ടോ? ത്രീലെല്ലാം മണ്ടന്മാരാണ്. ഒരുപാട് വേഷങ്ങളുണ്ടെങ്കിലും ഈ അഭയകുമാറിനൊരു പ്രത്യേക ഫാൻ ബേസിന് അത് ചെയ്യേണ്ടി വന്ന നടൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ പറയാൻ കുഴപ്പമില്ല, അദ്ദേഹത്തിന് പകരം ഞാൻ വന്നതാണ്. അദ്ദേഹമായിരുന്നു ഫസ്റ്റ് കാസ്റ്റ്. വീട്ടിലെല്ലാവർക്കും അതോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. എൻ്റെ വൈഫിന് പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഇതല്ല. റിയൽ ഫൈറ്റേഴ്സ് റോയൽ വാരിയസ് ട്രോളുകൾ കാണാറുണ്ട്. ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തതാണ്. ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നുള്ള സാധനം ഫോട്ടോ ഏത് പടം വന്നാലും ഒരു ലുങ്കി തരും, ട്രൗസർ പുറത്ത് കാണുമ്പോൾ ഒരു ട്രൗസർ തരും, കോസ്റ്റ്യൂമിൻ്റെ കയ്യിൽ നിന്ന് ഒരു ചങ്ങല ചെയിന് തരും, മേക്കപ്പുകാർ ഇവിടെ ഒരു മാർക്ക് ഇടും, ഈ മാർക്ക് ഒന്ന് കുത്തി കുറച്ചും കൂടി കൂടുതലാക്കും, ആർട്ടുകാരുടെ കയ്യിൽ നിന്നൊരു വാളും തരും, സെറ്റാണ്. എനിക്ക് ജാക്കറ്റ്, ജീൻസ്, പിന്നെ കയ്യിലൊരു കണ്ണ്. ഇപ്പം മമ്മൂക്കയുടെ ഡെയിലി കണ്ട് മമ്മൂക്കയുടെ നടത്തും, മമ്മൂക്കയുടെ ആ ഒരു ആ പടം നിങ്ങൾക്ക് ഒന്നുകൂടെ കണ്ടാൽ, ഞാൻ എൻ്റെ സീൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ മമ്മൂക്കയെ അറിയാതെ ഇമിറ്റേറ്റ് ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിട്ട് എടാ കുഴപ്പമില്ല, സമയമുണ്ട്, ഞാൻ 2 മണിക്കേ പോകത്തുള്ളൂ, ഇനിയും കിടപ്പ് 2 മണിക്കൂർ തെറ്റിച്ചു വന്നു. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. ശേഷ 2016 എന്ന ചിത്രം തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം ശ്രീജിതേട്ടനുണ്ട്, അതോടൊപ്പം ജോൺ കൈപ്പള്ളി ഉണ്ട്. സോ രണ്ടുപേർക്കും വെൽക്കം. ശരിക്കും ഞാൻ കുറേ നാളായിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചത്, ശരിക്കും മലയാളിയാണോ? കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ ശരിക്കും സ്ഥലം? എൻ്റെ വീട് പത്തനംതിട്ടയാണ്. അത് കുറെ പേർക്ക് അറിയില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടോ? അല്ല, ഇപ്പോഴും കുറച്ച് ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട് മലയാളിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. കൂടുതലും പേര് അറിയാൻ തോന്നുന്നു. ഇതിപ്പോ ഫസ്റ്റ് നായകനായിട്ട് വരുന്ന പടം, അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് എന്തോരുണ്ട്? അല്ലേ, എല്ലാ പടം ഇറങ്ങുന്നവർ നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇത് കന്നഡയാണ്, എൻ്റെ ഫസ്റ്റ് പടമാണ് കന്നഡ. ഐ മീൻ കന്നഡ മലയാളമാണ്, 2 ലാംഗ്വേജിന് ഷൂട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു കന്നഡ ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും, മലയാളത്തിൻ്റെ ഒരു ആദ്യത്തെ ഒരു ഫീല് പോലെ തന്നെ കന്നഡ ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അല്ല, കന്നഡ ഞാൻ ഇതിനു മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ട്, ഹാപ്പിലി മാരിഡ് എന്ന് പറഞ്ഞ പടം. അത് കോവിഡ് കഴിഞ്ഞ ഉടനെ നമ്മുടെ ലവ് എന്നുള്ള പടമില്ലേ, ലവിൻ്റെ റീമേക്ക് ആയിരുന്നത്. റൈറ്റ്സ് എടുത്തിട്ട് അവർ റീമേക്ക് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഗോകുലം ചെയ്തൊരു വേഷം ഉണ്ടായിരുന്നു. ആ വേഷം ഞാനാണ് കന്നഡയിൽ ചെയ്തത്. പിന്നെ മറ്റേ സുധിയുടെ വേഷം ചെയ്തത് അത് ഉഗ്രവേഷമായിരുന്നു. അത് ധർമ്മണ്ണ കടൂർ എന്ന് പറഞ്ഞ കക്ഷിയാണ് സുധിയുടെ വേഷം ചെയ്തത്. പൃഥ്വി അമ്പാറാണ് അവിടെ അത്യാവശ്യം തുളുവും കന്നഡയൊക്കെ ചെയ്യുന്ന ഒരു അത്യാവശ്യം അറിയപ്പെടുന്നത്. ഒരുപാട് ഡയലോഗ്സ് ഉണ്ട്. കാരണം 4 പേരല്ലേ ഉള്ളൂ, 4 ആക്ടേഴ്സേ ഉള്ളൂ. അതായത് മാൻവിക കാമത്ത് എന്ന് പറഞ്ഞിട്ടുള്ള അവരാണ് രജീഷയുടെ വേഷം ചെയ്തത്. പിന്നെ ഈ പൃഥ്വിയാണ് ഷൈൻ്റെ വേഷം, ധർമ്മണ കണ്ടൂർ ഞങ്ങൾ 4 പേരെ പ്രധാനമായിട്ടുള്ളൂ. പിന്നെ 1-2 ക്യാരക്ടേഴ്സ് ഇടയിൽ വന്നു പോകുന്ന ജോണിച്ചാറിൻ്റെ ക്യാരക്ടർ അവിടെ ആക്ടർ ചെയ്തു. അതുപോലെ അപ്പോൾ അങ്ങനെ ശരി. അതുപോലെയുള്ള കുറച്ച് പരിപാടികളെ വേറെ ക്യാരക്ടേഴ്സ് ഉള്ളൂ. പണി മുഴുവൻ ഈ പറഞ്ഞ പോലെ ആ ഫ്ലാറ്റിന്റെ അകത്തുള്ള ഒരുപാട് ഡയലോഗ്. പക്ഷെ പൃഥ്വി എന്നെ ഒരുപാട് സഹായിച്ചു. പൃഥ്വി അമ്പാർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹീറോ ചെയ്ത കക്ഷി. പുള്ളി ആ സമയത്ത് സൈമ അവാർഡ് എന്തോ രാത്രി ഡാൻസ് പ്രാക്ടീസ്, പുള്ളിക്ക് അതിനുള്ള ഷോയിനുള്ള പരിപാടികൾ. പുള്ളി എന്നിട്ട് രാത്രി 10 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തിയിട്ട് പുള്ളി 1 മണി വരെ എനിക്ക് നെക്സ്റ്റ് ഡേ ഡയലോഗ്സ് മുഴുവൻ വോയിസ് നോട്ട് അയച്ചു. അപ്പോൾ എനിക്കിത് കന്നഡ എനിക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് എനിക്ക് സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ 1 മണി തൊട്ട് 2 മണി വരെ ഇത് പഠിക്കും, ഇതിൻ്റെ പരിപാടികളൊന്ന് പഠിച്ച്. കാരണം വോയിസ് കേട്ടാൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. ഞാനെപ്പോഴും പറയും, വോയിസ് കിട്ടിയാൽ ഞാനെപ്പോഴും അതർ ലാംഗ്വേജ് ചെയ്യുമ്പോൾ, ഇപ്പോൾ തമിഴ് ഇപ്പോൾ കുഴപ്പമില്ല, തമിഴിപ്പോൾ വായിക്കാനൊക്കെ പഠിച്ചു. തമിഴ് നമ്മൾ മലയാളത്തിൽ എഴുതിയെടുക്കും, ഇവർ പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ മലയാളത്തിൽ എഴുതിയെടുക്കും, എന്നിട്ട് പഠിക്കും. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം തമിഴ് അക്ഷരങ്ങളൊക്കെ പ്രിന്റഡ് നമുക്ക് വായിക്കാവുന്നൊരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ അത്യാവശ്യം കുറച്ച് നാളായി ഇപ്പോൾ അവിടെ കിടന്ന് എത്തിയിരുന്ന കാരണം പഠിച്ചില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ അത് കാരണം പിന്നെ കുറച്ച് പേരുടെ വിചാരം ഞാൻ തമിഴ് അവിടുത്തെ ആരാണെന്നൊരു വിചാരമുണ്ട്. അവിടെയുള്ള കുറേ ആൾക്കാർക്ക് ഞാൻ ഇവിടുന്ന് വരുന്ന ആളായിട്ട് അവർ പല ആൾക്കാരും കൺസിഡർ ചെയ്തിട്ടില്ല. അവിടുത്തെ കാരനാണെന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഡയറക്ടേഴ്സ്. അപ്പോൾ ഞാനത് തിരുത്താൻ പോകാറില്ല, അത് കാരണം മിസ്സാവണല്ലോ. അപ്പോൾ ഞാനവിടെ വെച്ചിട്ട് ഈ ഫീനിക്സ് എന്നുള്ള പടം ചെയ്തുകൊണ്ടിരിക്കുക, മറ്റേ വിജയ് സേതുപതിയുടെ മകൻ ഹീറോ ആയിട്ട് അനലസ് മാസ്റ്റർ ഡയറക്ട് ചെയ്ത പടം. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വിജയ് സേതുപതി സാറിനൊന്ന് പരിചയപ്പെടണം, മോനാണല്ലോ അഭിനയിക്കുന്ന കൂടെ. അപ്പോൾ നല്ല പയ്യനാണ് സൂര്യ. അപ്പോൾ ചേട്ടാ ലെറ്റ് ഹിം നോ. അപ്പോൾ ഓഫീസ് അഡ്രസ്സൊക്കെ അയച്ചു തന്നു. പിന്നെ നാളെ പൊക്കോ, നാളെ എനിക്ക് പിറ്റേ ദിവസം ഷൂട്ടില്ല, നാളെ ഫ്രീ ആണെങ്കിൽ ഒന്ന് പോയി.
അനന്തപ്പൊക്കം എന്ന് പറഞ്ഞു. ഞാനങ്ങനെ പോയി ഇദ്ദേഹത്തെ പോയി കണ്ടു. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫോട്ടോ എടുക്കുക, അത്രേ ഉള്ളൂ. ചെല്ല ഒരു ഫോട്ടോ എടുക്കുക, 5 മിനിറ്റ് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ സംസാരിക്കാം. അപ്പം ഞാനിത് പുള്ളി എന്നെ വന്ന് കുറേ നേരം സംസാരിച്ചു, ഒരു അരമണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ സൂത്രത്തിൽ എൻ്റെ ഷോറിയിലൊക്കെ ഒന്ന് പുള്ളിക്ക് കാണിച്ചു കൊടുത്തു. എന്തെങ്കിലും ഉപകാരം കിട്ടുന്നത് നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിട്ടൊന്നുമില്ല. കാരണം ഒരു ആക്ടർ അത്രയൊന്നും നമ്മളെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇത് പുള്ളി കണ്ട വഴിക്ക് പുള്ളി പറഞ്ഞു കൊള്ളാം, നല്ല ഷോറിയിലായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളി നേരെ അപ്പോൾ തന്നെ ഫോൺ എടുത്ത് പുള്ളി ആരെ വിളിക്കുന്നു. പുള്ളി അവിടെ പറയുന്നത് സാർ എപ്പി ഇരിക്കുക, കുറേ നേരം അവരുടെ കാര്യം ചോദിച്ചു. ഇപ്പോൾ മുന്നാടി ഒരുത്തർക്കാകെ സാർ നമ്മ ഒരു കാർ മതിയർക്ക്, അതായത് നമ്മൾ അവിടുത്തുകാരനാണെന്നുള്ള രീതിയിൽ തന്നെ പുള്ളി പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ അത് പറഞ്ഞത് പുള്ളി സംസാരിക്കുന്നത് 2 പേരോട് സംസാരിച്ചു അവിടെ വെച്ച് തന്നെ. ഞാൻ ഉള്ളപ്പോൾ സംസാരിച്ച് ഒന്ന് വെട്രിമാറിൻ്റെ അടുത്ത് സംസാരിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് നാഗരാജ് പറഞ്ഞു പുള്ളിയുടെ അസോസിയേറ്റ് പോയി കാണാൻ പറഞ്ഞു. ഞാൻ പോയി കണ്ടു. അത് സിനിമയായിട്ട് ആയിട്ടില്ല, ആവുമായിരിക്കും. പക്ഷെ എന്നാലൊരു പരിചയപ്പെടൽ, ആദ്യമായിട്ട് കാണലൊക്കെ സംഭവിച്ചു. പൊൻറാം സാറിനെയാണ് പിന്നെ വിളിച്ചത്. പൊൻറാം സാറിന് അന്ന് കവിൻ വെച്ചൊരു പടം പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അത് പിന്നീട് ഷൺമുഖപാണ്ഡ്യൻ പടമായിട്ട് മാറി. അതാണ് കൊമ്പ് CV എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച ഇറങ്ങിയ ശരത് കുമാർ ഷൺമുഖപാണ്ഡ്യൻ പടം. ഷൺമുഖപാണ്ഡ്യൻ്റെ ആദ്യത്തെ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതായത് തൊട്ട് മുമ്പ് വന്ന പടം പടയത്തലവൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഷൺമുഖപാണ്ഡ്യൻ്റെ പടത്തിൽ പൊൻറാം സാറിനെ കണക്ട് ചെയ്ത് തന്നതും വിജയ് സേതുപതിയാണ്. അപ്പം പുള്ളി ഭയങ്കര സിമ്പിളായിട്ട് തന്നെ 2 പേർക്ക് ആ ഇരുന്നിരിപ്പിൽ ഒരു അരമണിക്കൂർ കൊണ്ട് 2 പടത്തിൻ്റെ ആൾക്കാർ കണക്ട് ചെയ്ത് തന്നു അപ്പം തന്നെ. എന്നിട്ട് നേരെ അപ്പം തന്നെ ആരും അങ്ങനെയൊന്നും നമ്മൾ വളരെ അടുപ്പുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യായിരിക്കും. പക്ഷേ ഞാനിത് തീരെ പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഇങ്ങനത്തെ ഒരാൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചയിൽ ഒരു ഷോറിയിൽ കണ്ടു, നമ്മൾ പരിചയപ്പെട്ടു, അരമണിക്കൂർ സംസാരിച്ചതിൻ്റെ പേരിൽ നമ്മളങ്ങനെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുമില്ല. പക്ഷേ പുള്ളി അപ്പം തന്നെ എൻ്റെ മുമ്പിൽ വെച്ച് ഈ 2 പേരെയും വിളിച്ചത്. എന്നിട്ട് അപ്പം തന്നെ ഞാൻ അടുത്ത ഊബർ വിളിച്ച് ഞാൻ ഇവർ 2 പേരും പോയി കണ്ടു. വെട്രിമാർ സാറെ കാണാൻ പറ്റിയില്ല, പക്ഷേ പുള്ളിയുടെ അസിസ്റ്റൻറ്റിനെ കണ്ടു, നാഗരാജനായിരുന്നു. പുള്ളിയെ കണ്ട് സംസാരിച്ചു. അപ്പോഴേക്കും വിടുതലായി 2 ഒരു 3/4 ഷൂട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും അടുത്ത് വരുമ്പോൾ എന്നാലും അവരുടെ ലിസ്റ്റിൽ ഒരു പേരവിടെ എഴുതി ചേർത്തു എന്നുള്ളത് നമുക്കൊരു സമാധാനമുള്ള കാര്യം. അപ്പോഴെങ്കിലൊക്കെ വിളിക്കുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ. പൊൻറാം സാറിൻ്റെ പടത്തിൽ നല്ലൊരു വേഷം കിട്ടുകയും ചെയ്തു. എസ്കെനെ മീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരുന്നു അമരം ചെയ്യാൻ മുമ്പ്. SK മീറ്റ് ഇപ്പം പുള്ളി ഇതുപോലെ ഭയങ്കര വർക്കഹോളിക്കാണ് പുള്ളി. ഇൻട്രോ സീനാണല്ലോ മറ്റേ പ്ലാൻ ചെയ്തിട്ട് 2 പേര് പൊക്കത്തേറിക്കുന്നത്. ഞങ്ങൾ അതിന് മുമ്പേ കുറച്ചാൾ മുമ്പേ മീറ്റ് ചെയ്തു. ആക്ച്വലി വേറൊരു സീൻ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ മീറ്റ് ചെയ്തിരുന്നു. അപ്പം അന്ന് തന്നെ ഭയങ്കര എനിക്കൊന്നും പുറത്തുള്ളവർക്കൊക്കെ മലയാളി ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളോട് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട് എല്ലാവർക്കും. ഇപ്പം ഞാനിപ്പം ഇത് കന്നഡ വർക്ക് ചെയ്യാൻ പോയപ്പോഴായാലും തമിഴ് വർക്ക് ചെയ്തപ്പോഴായാലും അപ്പോൾ അവർക്ക് നമ്മളോടൊരു ഓൾറെഡി റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. പിന്നെ ശിവകാർത്തികേയൻ പുള്ളി എല്ലാവരോടത്തും ഭയങ്കര സ്വീറ്റാണ്. എനിക്കൊന്ന് പുള്ളി ഒത്തിരി എനിക്കൊന്ന് നേരെ വന്ന ഒരു ആർട്ടിസ്റ്റ് ആയ ഒരാളല്ല. പുള്ളി VJ ആയിരുന്നു, TV പ്രോഗ്രാം ചെയ്തത്. അപ്പോൾ അങ്ങനെ വന്നതിൻ്റെ ആയിട്ടുള്ള ഒരു എല്ലാ ക്വാളിറ്റിയും പുള്ളിക്കുണ്ട്. പുള്ളി എല്ലാവരെയും മൈൻഡ് ചെയ്യും, എല്ലാവരോടും സംസാരിക്കും. ഭയങ്കര സ്വീറ്റാണ് പുള്ളി. ഈ ഇതില് പോലീസ് വേഷ, അപ്പോൾ റിയൽ ലൈഫിൽ എന്തൊക്കെ റെഫറൻസുകൾ എടുത്ത് പോലീസ് ആകുമ്പോൾ? റെഫറൻസ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ നമ്മൾ സിനിമ തന്നെ റെഫറൻസ് കൂടെ എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ നേരിട്ട് പോയി ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് അങ്ങനെ ഒരു സമയം എന്നെ സംബന്ധിച്ച് കിട്ടിയിട്ടില്ല. ഈ പടത്തിന് കിട്ടിയിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് വേറൊരു പടം ചെയ്തിട്ടില്ല. അതിന് മുമ്പ് ഞാൻ ഇതുപോലെ ആക്ച്വലി ഈ പടത്തിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റേഷനിൽ പോയി ഒരു 2 ദിവസം പോയി ഞാനിരുന്ന് ഇവിടെ പാലാരിവട്ടം സ്റ്റേഷനിൽ പോയി എന്താണെന്ന് അറിയാൻ വേണ്ടി. ചേട്ടാ നമ്മൾ ഈ സിനിമയിൽ കാണുന്നതും മറ്റേ ആ ഒരു പരിപാടികളും മാത്രം നമുക്ക് അറിയുള്ളൂ. അപ്പം സ്റ്റേഷനിൽ നമ്മൾ ജീവിതത്തിലങ്ങനെ സ്റ്റേഷനിൽ കയറാൻ വന്നിട്ടില്ല. അല്ലാതെ ഇങ്ങനെ പോയി ഞാൻ സ്റ്റേഷനിൽ പോയി അവിടുത്തെ CI കണ്ട് സംസാരിച്ച് എനിക്ക് ഇവിടുത്തെ ഒരു പരിപാടി കാണണമെന്ന് പറഞ്ഞു. ഞാൻ 2 ദിവസം അവിടെ നിന്നു. ഇതിനു മുമ്പ് അഭ്യൂഹം എന്ന് പറഞ്ഞു ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് CI ക്യാരക്ടറാണ്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി അങ്ങനെ അതൊക്കെ എന്നെ ഇതിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ആറ്റോടും പരിപാടിയും എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കാണിച്ചാലേ ആൾക്കാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് അങ്ങനത്തെ സിനിമകളുണ്ട് നമുക്ക് സിനിമയിൽ. നമുക്ക് അതുപോലെ ആക്ഷൻ ഹീറോ വിജോ പോലത്തെ വളരെ റിയൽ ആയിട്ടുള്ള പരിപാടികളുണ്ട്. അപ്പോൾ അങ്ങനത്തെ മേക്കേഴ്സ് ഉണ്ട്. എന്നാൽ നേരെ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള സുരേഷ് ഏട്ടനൊക്കെ പണ്ട് ചെയ്തിരുന്ന പോലത്തെ അങ്ങനത്തെ പരചന്ദ്രൻ IPS പോലത്തെ വേറൊരു പരിപാടിയുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ആണ് ഒരു ആക്ടറുടെ കയ്യിൽ നിന്ന് ആ ഡയറക്ടർക്ക് ആ സിനിമയിൽ വേണ്ടതെന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഇതിലൊന്നും അങ്ങനെ അധികം അറിയപ്പെടാത്തൊരു പടം, അധികം ഓടാത്തൊരു പടം, പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ട പടമാണ് വനിത എന്ന് പറഞ്ഞൊരു പടം. അതൊരു ലെനയായിരുന്നു മെയിൻ ക്യാരക്ടർ. ഭയങ്കര ഫീമെയിൽ. പക്ഷെ അത് ഭയങ്കര രസം. അതിന് ഗുണം എന്താ വെച്ചാൽ അത് എഴുതിയതും ഡയറക്റ്റ് ചെയ്തൊരു പോലീസുകാരാണ്. അപ്പോൾ റഹീംക്കാണ് അത്. അപ്പോൾ പുള്ളി അത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ പരിപാടികളിലും
റിയൽ പോലീസുകാരൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി പുള്ളിക്ക് കൃത്യമായിട്ട് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആസ് എ ഡയറക്ടർ മാത്രമല്ല, ഒരു പോലീസുകാരൻ എന്നുള്ളതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ ആ മറ്റേ രാവിലത്തെ കോൾ എടുക്കുന്ന മറ്റേ അതിനെന്തോ പേരാണ് എനിക്ക് ഓർമ്മയില്ല, കുറെ നാളായി ചെയ്തിട്ട്. മനസ്സിലായി, ഫ്രണ്ട് ഇരിക്കുന്ന പോലീസ് ഓഫീസറിന്റെ പേരുണ്ട് കോൾ എടുക്കുന്നതിന്. അപ്പോൾ അതുപോലെ തന്നെ മറ്റേ ഈ വയർലെസ് സെറ്റിൽ നമ്മൾ സംസാരിച്ചു. അപ്പോൾ അവിടെ നമ്മൾ ഈ അന്നത്തെ ദിവസത്തെ എന്തൊക്കെയാ സംഭവിച്ചെന്നുള്ളത് കോള് കൊടുക്കണം കൃത്യസമയത്ത്. ടൈഗർ വിളിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതിന് അവർക്ക് കോഡ്സ് ഉണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ അതൊക്കെ നമുക്ക് പുതിയ അറിവുകളാണ്. അതുകൊണ്ട് ഞാൻ ഇത്രയും പോലീസുകാരും ചെയ്തിട്ടാണ് ചടത്. അതായത് എനിക്ക് തോന്നുന്ന ഒരു 25-30 പോലീസ് വേഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പോഴും പഠിക്കുന്നത്. അപ്പൊ നമ്മൾ അപ്പോഴാണ് ഇങ്ങനെ പരിപാടികൾ സ്റ്റേഷനിലകത്ത് നടക്കുന്നുണ്ട്, ഇങ്ങനെയാണ് ഇതിന്റെ കോള് നമ്മൾ ഇങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ പറയണം, അത് വളരെ റെഗുലർ ആയിട്ട് വളരെ കറക്റ്റ് ആയിട്ട് പറ്റത്തുള്ളൂ. അത് നമ്മളിപ്പം ഇലക്ട്രിസിറ്റി ഓഫീസിലോ അല്ലെങ്കിൽ വേറെ എന്ത് ഗവൺമെന്റ് ഓഫീസിൽ വിളിച്ചാലും ഫോൺ എടുക്കാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാൽ ഫോൺ എടുക്കണം. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എല്ലാ കോൾ കൊടുക്കും? ഫോൺ എടുക്കാതിരിക്കാൻ പറ്റില്ല. അവർക്ക് എല്ലാ കോളും ഒരെണ്ണം പുള്ളിക്കാരൻ കോള് കട്ട് ചെയ്തപ്പം തന്നെ അടുത്ത കോള് വരും. അപ്പോഴേ ഇങ്ങനെ ഇരിക്കുന്നു ഈ സംഭവമാണ്. കാരണം അത്രയും പാലാരിവട്ടം വലിയ സ്റ്റേഷൻ, അതുപോലെ എല്ലാ സ്റ്റേഷനും ഇതുപോലെ ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കും. ചെറിയ കുഞ്ഞു കേസുകളൊക്കെ വരും. അപ്പൊ എല്ലാവരും ഡീൽ ചെയ്തേ പറ്റത്തുള്ളൂ. കേസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കേസ് തന്നെ എല്ലാവരും അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളുന്നത് നേരത്തെ പറയും കുഞ്ഞു കേസ് പറയാൻ നമുക്ക് പുറത്തുനിന്നൊക്കെ പോയി അവരെ സംബന്ധിച്ചോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും അത്. വീട്ടിലൊരു വഴക്കുണ്ടായി, ഹസ്ബൻഡ് വൈഫിനെ അടിച്ചാൽ പോലും അവർ ഫോൺ എടുക്കും, പറയാം ഇവിടെയാണെന്ന് ചോദിക്കും. ആ രണ്ടുപേരും വീട് അങ്ങോട്ട്. ഈ ആക്ഷൻ ഹീറോ ബീച്ചിൽ പറയണ്ടല്ലോ സാധാരണക്കാരുടെ എല്ലാ കോടതിയും പോലീസ് സ്റ്റേഷനാണെന്നുള്ളത്. ഇതിലും പറയുന്നത് ഒരു കാര്യമാണ്. എനിക്കാണ് ഈ ശേഷം എന്നുള്ള പടത്തിലും അതിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എൻ്റെ അടുത്ത് ടാഗ് ലൈൻ ആദ്യം എൻ്റെ അടുത്ത് കഥ പറയാൻ വേണ്ടി പ്രദീപ് എന്നാണ് ഇതിന്റെ ഡയറക്ടർ പേര്. പ്രദീപ് വന്നിട്ട് വീട്ടിൽ വന്ന് കഥ വന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, സാർ ഇതിൻ്റെ അകത്ത് ടാഗ് ലൈൻ ഇതാണ്, ബേസിക് അതിൻ്റെ കണ്ടന്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഒരു ഹോസ്പിറ്റലിൽ നമ്മളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഒരു ചില സ്ഥലത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് ആശുപത്രികൾ ഓപ്ഷനുണ്ട്. അതുപോലെയുള്ള ഒട്ടുമിക്ക സ്കൂളാണെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക എല്ലാ സർവീസസിനും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ സ്കൂളുകളിലുമുണ്ട്, ഇതുവരെ ഹോസ്പിറ്റൽസിലുണ്ട്. പക്ഷെ ജുഡീഷ്യറി നോക്കുമ്പോൾ അതില്ല. ജസ്റ്റിസ് അപ്പോൾ പോലീസിന് പകരോ അല്ലെങ്കിൽ കോടതിക്ക് പകരോ വേറെ സിസ്റ്റം ഇല്ല. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു കണ്ടന്റിന്റെ ഒരു സീഡ്, ഇതിന്റെ ബീജം എന്ന് പറയുന്നത് അതാണ്. അത് വെച്ചാണ് ഇദ്ദേഹം ഈ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം പബ്ലിക്കിന് പോകാൻ വേറെ സ്ഥലമൊന്നുമില്ല. ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ എന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ തന്നെയാണ് ദ വൺ ആൻഡ് ഓൺലി ഓപ്ഷൻ. അപ്പോൾ അത് എങ്ങനെ ടാക്കിൾ ചെയ്യണോ, അവിടുത്തെ പോലീസുകാർ പല രീതിയിലുള്ള പോലീസുകാരുണ്ടാവും. അപ്പോൾ പ്രൈവറ്റ് ആയാലും ഗവൺമെൻറ് ആയാലും അവിടെ വരുന്ന ആൾക്കാർ ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. അവിടെ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളിലുള്ള ആൾക്കാരൊക്കെ പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അതെങ്ങനെ ഈ സിസ്റ്റത്തിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പരിധി വരെ ഇതിൻ്റെ രണ്ടിൻ്റെയും മിക്സ്. അപ്പം നമ്മൾ 2 ടൈപ്പ് ഓഫ് സിനിമകൾ പറഞ്ഞു പോലീസിൻ്റെ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഇദ്ദേഹം ഇതിൻ്റെ അകത്ത് പിടിച്ചിരിക്കുന്നത്. വളരെ റിയൽ ആയിട്ടുള്ളൊരു പോലീസ് സ്റ്റേഷൻ പരിപാടികളും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. എന്നാൽ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് അതിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ട് സൈഡ് ബൈ സൈഡ് നടക്കുന്നുണ്ട്. 2 രീതിയിലുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ജോൺ ചെയ്യുന്ന ക്യാരക്ടർ ഹീറോ എന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്ത് വേറെ കുറേ ഡയമെൻഷൻസ് ഉണ്ട് ആ ക്യാരക്ടറിൻ്റെ. നമ്മൾ പെട്ടെന്ന് ഹീറോ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ പോസ്റ്ററൊക്കെ അങ്ങനത്തെ സാധനമല്ല. അത് നിങ്ങൾ പടം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്കിപ്പോൾ പറയാനും പറ്റാത്തൊരു സാധനമാണ്. കാരണം അത് അങ്ങനത്തെ ഒരു നമ്മൾ ഈ പോസ്റ്ററൊക്കെ കാണുമ്പോൾ ലുക്സ് ഭയങ്കര മാസ് ഹീറോ അങ്ങനത്തെ അതല്ല. അതിൻ്റെ എവിടെയോ അങ്ങനത്തെ ഒരു പരിപാടികളുണ്ട് എന്നല്ലാതെ ഇതിൻ്റെ അകത്ത് വളരെ റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് അതിനെ ട്രീറ്റ് ചെയ്ത് പോയിട്ടുള്ളത്. ഈ ശരിക്കും ചേട്ടൻ്റെ കരിയറിലെ ഒരുപാട് വേഷങ്ങളുണ്ടെങ്കിലും ഈ അഭയകുമാറിനൊരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. കാരണം എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിന് പോലും അത്രയും ചേട്ടൻ്റെ അത്ര ഹ്യൂമർ ടൈമിങ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞിട്ടും പിന്നെ നമ്മൾ അത്രയും ഹെവി കോമഡി റോളുകൾ അങ്ങനെ വന്നിട്ടില്ല. ശരിക്കും എന്തായിരുന്നു അത് ഭയങ്കര ബ്രേക്ക് ആയ ശേഷം അത് ഇപ്പം നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊന്നുമില്ല. അത് തന്നെ വന്നത് എന്തൊരു ഭാഗ്യം കാരണം വന്ന് അത് ചെയ്യേണ്ടിയിരുന്ന നടൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ പറയാൻ കുഴപ്പമില്ല, അദ്ദേഹത്തിന് പകരം ഞാൻ വന്നതാണ്. അദ്ദേഹമായിരുന്നു ഫസ്റ്റ് കാസ്റ്റ്. നമ്മുടെ ഷാജു ചേട്ടനായിരുന്നു, നമ്മുടെ ഷാജു ശ്രീധർ. ഷാജു ചേട്ടൻ ആ സമയത്ത് ഷാജു ചേട്ടൻ വിളിക്കുന്ന ഷാജു
ഞാനത് ഷാജു ചേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഷാജു ആയിരുന്നു. ഞാൻ ഇവനോട് പറഞ്ഞപ്പോൾ ഷാജു ചേട്ടനായി പോയതുകൊണ്ട്. അപ്പോൾ ഷാജു ആയിരുന്നു ഈ ക്യാരക്ടർ ചെയ്യേണ്ടിരുന്നത്. അപ്പോൾ ഷാജു ഇപ്പോൾ ഇത് ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആംഗ്രി ബേബീസ് അതൊരു പടം ബോംബെയിൽ, അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. ഫുൾ ബോംബെയിലായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ആ സമയത്തിന് ഇവിടെ എത്താൻ പറ്റില്ല എന്നൊരു സാഹചര്യം വന്നു. അപ്പം ഇതിൻ്റെ അകത്ത് എനിക്ക് വേറെ വേഷം പറഞ്ഞിരുന്നു. അതേതാ ഞാൻ പറഞ്ഞില്ല, കാരണം എന്താ വെച്ചാൽ അപ്പോൾ ആ ആക്ടർക്കൊരു ചെയ്ത ആക്ടർക്ക് സെക്കൻഡറി ആയിട്ട് തോന്നാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ വേഷം പറഞ്ഞില്ല. അതിൻ്റെ അകത്ത് വേറൊരു വേഷം, ഇത്രത്തോളം വലുപ്പമൊന്നും ഇല്ലാത്ത മറ്റൊരു വേഷം. അപ്പോൾ എനിക്കത് സന്തോഷമായിരുന്നു, ഞാനത് ചെയ്യാമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഇദ്ദേഹം എത്തില്ല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴാണ് രഞ്ജിത്തിൻ്റെ അടുത്ത് ഈ അഭയകുമാർ ശ്രീജിത്ത് ചെയ്യുമോ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട് ഹ്യൂമറൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് കിളിപോയി മാത്രമേ ഒരു ഹ്യൂമർ ടച്ചുള്ളൊരു ക്യാരക്ടർ അതുവരെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതാണെങ്കിൽ ഒരു 3-4 സീൻ മാത്രം വരുന്ന ഒരു ക്യാരക്ടറാണ്. കുറച്ച് ഫണ്ണുണ്ടായിരുന്നു. അതാ ഇൻബിൽട്ട് ആയിട്ട് ആ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് തന്നെ ഒരു എന്താ പറയുക, ഒരു ഉപദേശിയായിട്ടുള്ള ഒരു പോലീസുകാരനാണ് അതിൻ്റെ അകത്ത്. നമ്മൾ പോലീസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചെന്നപ്പോൾ അങ്ങനത്തെ പോലീസല്ല. അപ്പോൾ ഒരു പള്ളിമണിയുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെയാണ് ഞാൻ ആസിഫിനന്ന് മറ്റേതിൻ്റെ അകത്ത് ഉപദേശം കൊടുക്കുന്നത്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതാണ് കുറച്ചൊരു, അത് അടിസ്ഥാനമായ സ്ക്രിപ്റ്റിൽ തന്നെ അതിൻ്റെ അകത്തൊരു ഫൺ എലിമെൻ്റ് ഉണ്ട്. പിന്നെ ആ പടം അങ്ങനത്തെ ഒരു പടമായിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്നൊരു പക്ക ഹ്യൂമറായിട്ടുള്ള, എന്നാൽ ഇതൊരു ഹ്യൂമർ എന്ന് പറയാനില്ലല്ലോ. ആ ക്യാരക്ടർ ഭയങ്കര ഒരു പാവത്താന, ഒരു നിഷ്കളങ്കനാണ്. നമുക്ക് കാണുമ്പോൾ ഹ്യൂമർ. അപ്പോൾ ആൾക്കാർക്ക് കാണുമ്പോൾ ഹ്യൂമറുണ്ട്. മാത്രമല്ല അതിൽ ജയൻ ഓപ്പോസിറ്റ് നിന്ന് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് ഹ്യൂമർ അല്ലാതെ തന്നെ ഡെവലപ്പായി. പുള്ളിയുടെ റിയാക്ഷൻ, തൃശ്ശൂർ സ്ലാങ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് നമ്മുടെ അവനവൻ്റെ സ്ലാങ് ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ ചെയ്തു പോകും. കാരണം നമുക്കിത് ഭാഷയുടെ പല സാധനങ്ങളും നമുക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ആവശ്യമില്ലാത്ത കുറേ എക്സ്ട്രാ വാക്കുകൾ നമ്മളതിൻ്റെ അകത്ത് കയറ്റാൻ ശ്രമിക്കും, ഇത് തൃശ്ശൂരാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെയ്യാതിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ ഡിസൈഡ് ചെയ്യണേ? അത് ശ്രീജിത്തായിരുന്നു എൻ്റെ, ശ്രീജിത്ത് ഗുരുവായൂരായിരുന്നു എൻ്റെ. അപ്പോൾ അത് നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു വേഷം വരുമ്പോൾ ലുക്കും നല്ലോണം ഒന്ന് ബ്രേക്ക് ചെയ്താൽ നന്നായിരിക്കുന്ന ഒരു അഭിപ്രായം ശ്രീജിത്തിനുണ്ടായിരുന്നു, രഞ്ജിത്തിനുണ്ടായിരുന്നു. അതുപോലെ ആ പാട്ട് രഞ്ജിത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ്. രഞ്ജിത്താണ് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു പാട്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഞാനല്ല, അതായത് പൂർണ്ണമായിട്ടും അത് ആ ടെക്നിക്കൽ രഞ്ജിത്ത് എഴുതിയൊരു ക്യാരക്ടർ, രഞ്ജിത്ത് ഡിസൈൻ ചെയ്തൊരു ക്യാരക്ടർ, രഞ്ജിത്തും ഐ തിങ്ക് അഭയകുമാറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അഭയകുമാർ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്റർ, അപ്പോൾ ആ പേരന്നെ ഈ ക്യാരക്ടർ വെച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പോൾ രഞ്ജിത്തും അഭയകുമാറും പിന്നെ ജയൻ ഓപ്പോസിറ്റ് ക്യാരക്ടർ വരുമ്പോൾ അതുപോലെ കോസ്റ്റ്യൂം, ശ്രീജിത്ത് മേക്കപ്പ്, ഇവരെല്ലാവരും ചേർന്ന് ഡിസൈൻ ചെയ്ത് വന്ന് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു സാധനം വന്നപ്പോൾ അതങ്ങ് ആൾക്കാർക്ക് അത് ഭയങ്കര ഫ്രഷ് ആയിട്ട് തോന്നി. കാരണം എനിക്കും ഭയങ്കര ഫ്രഷ് ആയിരുന്നു. നമുക്ക് ഫ്രഷ് ആയി തന്നെ ആൾക്കാർക്ക് അത് ഫ്രഷ് ആവും. വീട്ടിലെല്ലാവർക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറാണ് പൊതുവെ. എൻ്റെ വൈഫിന് പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഇതല്ല. എൻ്റെ ക്യാരക്ടറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എപ്പോഴും പറയുക ചേകവറാണ്. അപ്പോൾ ചേകവറാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ. നമ്മൾ അത്യാവശ്യം ഹ്യൂമറായിട്ട് വീട്ടിൽ കാണുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാർക്ക് പിന്നെ അത് കോമഡി അങ്ങനെ അധികം വന്നിട്ടില്ല. പിന്നെ മത്തായി കുഴപ്പക്കാരനല്ല, അങ്ങനെയുള്ള വളരെ ചുരുക്കം പടങ്ങളെ അത് കഴിഞ്ഞിട്ട് ഹ്യൂമർ പരിപാടികൾ വന്നിട്ടുള്ളൂ. ഞാനെപ്പോഴും പലപ്പോഴും വിചാരിക്കുന്നത്, പണ്ടൊക്കെ നമ്മളിങ്ങനെ ചാൻസ് വെച്ച് ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് പറയും, അയ്യോ ശ്രീത്തിന് പറ്റിയ വേഷമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഗുണ്ടാവേഷം ഇല്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് നമ്മൾ സ്ഥിരം കൊണ്ടേയായിരുന്നില്ല. നമ്മൾ ഇവിടെ ഏത് പടം വന്നാലും മട്ടാഞ്ചേരി ഷൂട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫോട്ടോ വെച്ച് ഷൂട്ടുണ്ടാവും, ചെന്ന വഴിക്ക് നമുക്കൊരു ലുങ്കി തരും, ആ ട്രൗസർ പുറത്ത് കാണുന്ന ഒരു ട്രൗസർ തരും, കോസ്റ്റ്യൂമിൻ്റെ കയ്യിൽ നിന്ന് ഒരു ചങ്ങല ചെയിന് തരും, മേക്കപ്പുകാർ ഇവിടെ ഒരു മാർക്ക് ഇടും, ഈ മാർക്ക് ഒന്ന് കുത്തി കുറച്ചും കൂടി കൂടുതലാക്കും, ആർട്ടുകാരുടെ കയ്യിൽ നിന്നൊരു വാളും തരും, സെറ്റാ. നമ്മൾ വന്ന അപ്പോൾ ഇതൊക്കെ കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വെയിറ്റിംഗ്, നമ്മൾ അടുത്ത പരിപാടി വെട്ട് കുത്ത് പറഞ്ഞ പരിപാടികളൊക്കെ പോകും. അപ്പോൾ അതാണ് ഒരു സമയത്ത് നമ്മുടെ പരിപാടിയായിരുന്നത്. അത് കഴിഞ്ഞിട്ട് എപ്പോഴോ പോലീസ് യൂണിഫോം ഇട്ടപ്പോൾ പിന്നെ സ്ഥിരം പോലീസായി. അവര് കുറേ പോലീസ് വേഷങ്ങൾ ചെയ്തു. ഈ യൂണിഫോം കിട്ടപ്പോൾ വലിയ കുഴപ്പമില്ല, കണ്ട ഒരു പോലീസുകാരനെ പോലീസ് കറക്റ്റാണ്. ഞാനും ചെന്നൈ പോയിട്ട് ഒരു ദിവസം, അപ്പോൾ അധികം തമിഴ് പടമൊന്നും അപ്പോൾ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതൊരു മോളിൻ്റെ പുറത്ത്, എക്സ്പ്രസ് അവന്യൂവിൻ്റെ പുറത്ത് നിന്നിട്ട് ഞാൻ ഒരു ഫുഡ് ഓർഡർ ചെയ്തു. റൂമിൽ പോകുന്നതിന് മുമ്പ് ഫുഡ് ഓർഡർ ചെയ്തു. അന്ന് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന്, അപ്പോൾ അവിടെ രാത്രി മെസ്സില്ലല്ലോ, നൈറ്റ് നമ്മൾ മെഡ്രാസ് ഷൂട്ടിങ് മെസ്സില്ല. അപ്പോൾ നൈറ്റ് ഫുഡ് നമ്മൾ ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുകയോ ചെയ്യാം. അപ്പോൾ കാരണം ബാക്കി എല്ലാവരും വീട്ടിൽ പോകുമല്ലോ. ഞാൻ 1-2 ആൾക്കാരെ ഞങ്ങൾ പുറത്തുനിന്നുള്ള ആൾക്കാരുള്ളൂ. അപ്പോൾ ഞാൻ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പയ്യൻ ഒരു കുറേ ഡെലിവറി ബോയ്സ് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനും വിളിക്കുന്നുണ്ട്, ഈ ആരൊക്കെ കുറേ ആൾക്കാർ അതേ സമയത്ത് ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ആരാന്ന് മനസ്സിലാവാതെ ഈ ഗേറ്റിൻ്റെ പുറത്ത് നിന്ന് നോക്കുക. അപ്പോൾ എടുത്താണ് സാർ
ടീഷർട്ടെല്ലാം പോട്ട് പോലീസ് മാതിരി കൊടുത്തിരിപ്പാങ്ക നീ തന്നെ. അതായത് അവന് അവിടുന്ന് നോക്കിയിട്ട് എന്നെ കണ്ടിട്ട് പോലീസാന്ന് തോന്നി. അപ്പോൾ ചിലത് ലുക്ക് അങ്ങോട്ട് സെറ്റായി പിന്നെ അതങ്ങോട്ട് ആ വഴിക്കേ പോകും. പിന്നെ നമ്മുടെ എന്ത് ജോലിയായാലും തമിഴ്നാട് കിട്ടാറുണ്ട്. അപ്പോൾ അവർക്ക് ആ ലുക്ക് ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ കുറെ പോലീസ് ചെയ്തു. അതിൻ്റെ ഇടയിലാണ് ഈ അഭയ്കുമാർ വന്ന് കയറുന്നത്. അപ്പോൾ ഇത് ബാക്കിയെല്ലാം നോ എന്ന് പറഞ്ഞിട്ട് ഇത് വർക്കായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് ധൈര്യമായിട്ട് ചോദിച്ചാൽ മറ്റത് പറയില്ലോ, ചേട്ടന് പറ്റിയ പരിപാടി ഇല്ല എന്ന് പറയില്ലോ. പക്ഷെ അത് കഴിഞ്ഞിട്ടും വന്നില്ല. അത് സത്യം പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നല്ല ഹ്യൂമർ പരിപാടികൾ അതിന് ശേഷം വന്നിട്ടില്ല. ഇപ്പോൾ ചിൽഡ്രൻസ് പാർക്ക് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഷാഫിക്കയുടെ പടമാണ്. ഞാൻ ആദ്യമായിട്ട് ഷാഫിക്കയുടെ വർക്കില്ല. അന്ന് റാഫിക്കൻ്റെ അടുത്ത് ചോദിച്ചു, ശ്രീത്ത് ഇപ്പോൾ ഹ്യൂമറൊന്നും ചെയ്യില്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാത്തല്ല, നിങ്ങൾ തരുന്നില്ല, നിങ്ങൾ എഴുതിയിട്ട് എനിക്ക് തരണ്ടേ, നിങ്ങൾ തന്നാലേ എനിക്ക് ഓടി വന്നിട്ട് ഹ്യൂമർ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ നിങ്ങൾ എനിക്ക് എഴുതി തന്നാൽ ഞാൻ ചെയ്യാം, എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ഇതിൽ തന്നെ ചിൽഡ്രൻസ് പാർക്കിൽ ബാക്കി എല്ലാവരും ഹ്യൂമർ, അതിൽ ആകെ ചിരിപ്പിക്കാത്ത ഒരൊറ്റ ക്യാരക്ടറുള്ളൂ, അത് ഈ പോലീസുകാരൻ അലക്സാണ്. അതെനിക്ക് തന്നു. ബാക്കി ഞാൻ ഇത്രയും കരുപ്പല്ലാത്ത എത്രയും വേഷം ഉണ്ടായിരുന്നു, അതൊന്നും എനിക്ക് തന്നില്ല. ആ ശരിയാ, ശ്രീത് പറഞ്ഞ കറക്റ്റാ. ജോമർക്ക് അങ്ങനെ ഉണ്ടോ ഈ ഒരു ഭയങ്കര ഹെവി വെയിറ്റ് ആയിട്ടുള്ള 6 feet ആ എനിക്ക് ഇതുപോലെ ചേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് ജാക്കറ്റ്, ജീൻസ്, അകത്തൊരു ടീഷർട്ട്, ഈ പറഞ്ഞ പോലെ കയ്യിൽ കുറച്ച് ആഭരണങ്ങൾ, അതൊക്കെയാണ് എനിക്ക് കൂടുതൽ കിട്ടുന്നത്. പിന്നെ കയ്യിലൊരു കണ്ണ്, ഇതൊക്കെ സ്ഥിരമാണ്. അപ്പം അങ്ങനെ അത് ബ്രേക്ക് ചെയ്യുന്ന ഒരു പരിപാടി ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ പോലീസ് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ കുറേ പടങ്ങൾ എനിക്ക് കഴിഞ്ഞ വർഷം ഞാൻ ഒരു 3-4 പടം ചേട്ടൻ ഞാൻ ഒഴിവാക്കിയും പല ആൾക്കാരും പറഞ്ഞ് അങ്ങനെ ഒഴിവാക്കിയിരുന്നു. പക്ഷെ സ്ഥിരം അത് തന്നെയാണ്. കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് വലിയ നമ്മളൊരു ഫുൾ ലെങ്ത് പോലീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് അതിൻ്റെ അകത്തൊരു ക്യാരക്ടറൈസേഷൻ കൊണ്ടുവരാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് കിട്ടുക 2 സീനാണ്, 3 സീനായിരിക്കും. ഈ 3 സീനകത്ത് നമുക്കൊരു ക്യാരക്ടറൈസേഷൻ പോയിട്ട് ആ ചില ഡയലോഗ് വൃത്തിക്ക് പറഞ്ഞു പോകുന്ന സമയം നമുക്ക് അതിൻ്റെ അകത്ത് ഉണ്ടാവും. വരുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ നായകനെ വിലം കിട്ടിട്ട് വരുന്ന ഒരു സീനായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ക്ലൈമാക്സിൽ എന്തൊരു സീനായിരിക്കും, ഇതൊക്കെയാണ് വരുന്നത്. അപ്പം അതിൻ്റെ അകത്ത് നമുക്കൊന്നും ചെയ്യാനുണ്ടാകും. അതിൽ പെർഫോം ചെയ്യാനുള്ളവരെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യത കുറവാകും ചിലപ്പോൾ. നമ്മുടെ ഡയറക്ടേഴ്സ്, ഇപ്പോൾ എനിക്ക് തൃശ്ശൂർ പേരും ക്ലിപ്തത്തിലെ പോലീസുകാരനെ ഭയങ്കര ഇഷ്ടമാണ്. ചെള്ളാപ്പു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പോലീസുകാരനാണ്. അയാൾ ഞാൻ ഇതുവരെ ഉഗ്രം ക്യാരക്ടേഴ്സ് ഉള്ള സിനിമ എനിക്ക് ഭയങ്കര ഞാനിതൊരു അണ്ടർ റേറ്റ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് അണ്ടർ റേറ്റഡ് സിനിമ എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് പോലീസല്ല, അഞ്ചക്കള്ളക്കോക്കാൻ. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ക്യാരക്ടർ, പ്രത്യേകിച്ച് നമ്മൾ സിനിമ ഇഷ്ടപ്പെടുന്നു, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്യാരക്ടറും കൂടി ഇഷ്ടപ്പെട്ട സിനിമകളാണ് ഇത് രണ്ടും പ്രത്യേകിച്ച്. അതുപോലെ മറ്റേ കഥ തുടരുന്നു, ഇതൊക്കെ നമ്മൾ പിന്നെ ഫാൻ ബേസ് ഉള്ള പടം. എന്നെ സംബന്ധിച്ചോളം എനിക്ക് അത്യാവശ്യം ഫാമിലി ഓഡിയൻസ് ഒക്കെ, ഹ്യൂമറിനേക്കാൾ കൂടുതൽ എനിക്ക് അതിൻ്റെ അകത്തൊരു കുഴപ്പക്കാരനല്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ ചെയ്തത് അതിൻ്റെ അകത്തായിരുന്നു. അപ്പോൾ അത് എനിക്ക് വേറെ രീതിയിലൊരു ഓഡിയൻസിനെ നമുക്ക് കേറ്റർ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷം. സത്യേട്ടൻ്റെ പടത്തിലൊക്കെ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ, സത്യേട്ടൻ്റെ അടുത്ത് അതിന് മുമ്പ് പല പ്രാവശ്യം ഞാൻ ചാൻസ് ചെയ്തു ശ്രീധരനെ പറ്റിയൊരു പരിപാടി വരട്ടെ. അപ്പം ഞാൻ വിചാരിക്കുന്നത് സത്യേട്ടൻ്റെ പടത്തിൽ ഇപ്പം എനിക്ക് നേരത്തെ പറഞ്ഞ പരിപാടി എന്തായാലും വരില്ല. അതായത് എനിക്ക് പറ്റിയ പരിപാടി എന്ന് പറഞ്ഞാൽ അന്നത്തെ സാഹചര്യത്തിൽ ഗുണ്ടാവേഷമാണ്. സത്യേട്ടൻ്റെ പടത്തിൽ ഇന്നേ വരെ ഗുണ്ട ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് കാരണം അതിനുള്ള സാധ്യത ഇല്ലാന്ന് വിചാരിച്ച് ഞാൻ വിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്നാലും എല്ലാ പടം അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ വിളിക്കും, ഇപ്പോഴും വിളിക്കും. അപ്പോൾ പക്ഷെ ഇതിന് വിളിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതുവരെ ചെയ്യാത്തൊരു വേറൊരു ടൈപ്പ് പരിപാടി, സൈക്കിളിൽ ഈ ലക്ഷ്മിയുടെ പുറകിലെ പോകുന്നതും പ്രണയം പറയുന്നതും, ഒരു നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, രതീഷ് എന്നായിരുന്നു ക്യാരക്ടറുടെ പേര്. അപ്പോൾ അത് നമുക്ക് അങ്ങനത്തെ ചില സാധനങ്ങൾ വരുമ്പോൾ പിന്നെ അത് ടേക്ക് ഓഫ് ആവോ ഇല്ല, അത് കിട്ടുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. പിന്നെ അവിടുന്ന് വേറൊരു ടേക്ക് ഓഫ് നമുക്ക് കിട്ടുമോ എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ റെസ്റ്റ് ഓഫ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റേ അയാളിത് ചെയ്താൽ കുഴപ്പമില്ല, ഇത് ചെയ്താൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് വരണ്ടേ നമുക്ക്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു സാധനം പിന്നീട് എനിക്ക് ഹ്യൂമർ ആയാലും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയാലും സോഫ്റ്റ് ഇമോഷൻസ് അങ്ങനെ അധികം വന്നിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ചില ഷോർട്ട് ഫിലിംസിലൊക്കെ ഞാൻ പോയി ചെയ്തത്. അപ്പോൾ നമുക്കത് കാരണം നമ്മൾ സിനിമയിൽ ഇതുവരെ കിട്ടാത്ത ചില സാധനങ്ങൾ, ഇപ്പോൾ ഞാൻ കൃതാവ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം നമ്മുടെ ശ്യാമാണ് ഡയറക്റ്റ് ചെയ്തത്. ശ്യാം എന്ന് പറഞ്ഞ ആർട്ട് ഡയറക്ടറാണ്. അപ്പോൾ ശ്യാം ആണ് ചെയ്തത്. ശ്യാം ചെയ്ത ഷോർട്ട് ഫിലിം നോക്കിയപ്പോൾ ഒരു സോങ് ഉണ്ട്, ഇച്ചിരി പ്രണയവും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെ അധികം കിട്ടാത്തൊരു സ്പേസ് ആണത്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ വരുന്ന ഷോർട്ട് ഫിലിം കുറച്ച് എക്സ്പെരിമെന്റ്, വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളൂ. അപ്പോൾ അത് ശ്യാമായതുകൊണ്ട് അത് ഭയങ്കര സിനിമാറ്റിക് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്ത് തന്നെ എടുക്കാമെന്ന് പറഞ്ഞൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് അതിലൊരു കോംപ്രമൈസ് ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള പരിപാടികളിലൊക്കെ നമ്മൾ പോയി അതിൻ്റെ കൂടെ പങ്കുചേരും. അപ്പോൾ
നമ്മളെപ്പോഴും നമ്മുടെ എഫേർട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ ഏത് മേഖലയിലായാലും, അത് വെബ് സീരീസ് ആയാലും ഷോർട്ട് ഫിലിംസ് ആയാലും സിനിമയായാലും നമ്മൾ നമ്മുടെ എഫേർട്ട്, നമുക്കിതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ എല്ലാ സിനിമയിലും തന്നെ കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ നമ്മളല്ലാത്തൊരു പോർഷൻസ് കിട്ടുമ്പോൾ നമ്മളത് യൂസ് ചെയ്യണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അല്ലാണ്ട് നമ്മൾ അങ്ങനെ ഒരു മേഖല വേർതിരിച്ച് കാണാനുള്ള ഉദ്ദേശം എനിക്കില്ല. അഭിനയിക്കാനും പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടിയാൽ നമ്മൾ ചെയ്യാം. നാടകമായാലും സിനിമയായാലും സീരീസ് ആയാലും നമ്മൾ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. ആട് 3 ഷെട്ടി തിരിച്ചു വന്നിട്ടുണ്ടോ? ഇല്ല, ഷെട്ടി ആട് 3 ഇല്ല. ആക്ച്വലി വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ സെയിം ഡേറ്റിൽ വേറൊരു പടം ഷൂട്ട് ഉണ്ടായിരുന്നു. ഈ ഷെട്ടി ശരിക്കും ഈ നേരത്തെ പറഞ്ഞ പോലെ ആ ടെംപ്ലേറ്റ് കുറച്ച് ബ്രേക്ക് ചെയ്ത. ഷെട്ടി ആക്ച്വലി ഞാൻ അത് ചിന്തിച്ചു, ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ ചിന്തിച്ചു, ഷെട്ടി എനിക്കൊരു ആ പടത്തിൽ അറിയാലോ, ആട് 3 എല്ലാ മണ്ടന്മാരാണ്. മൊത്തത്തില് അതിനകത്ത് വേറൊരു മണ്ടൻ ഇത്രേ ഉള്ളൂ. അത് തന്നെയാണോ വിളിച്ചപ്പോഴും പറഞ്ഞ ഐഡിയ? അത് തന്നെയായിരുന്നു ഇതിലും ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്? ആക്ച്വലി അത് വേറൊരാൾ ചെയ്യേണ്ട ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ പെട്ടെന്നാവുന്നേ. അപ്പോൾ ഞാനാണെങ്കിൽ ആ സമയം മാസ്റ്റർ പീസ് ചെയ്തുകൊണ്ടിരിക്കുക. മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ ഒരു 10-7 ദിവസം ഷൂട്ടും മമ്മൂക്കയുടെ കൂടെ ആയിരുന്നു. ഇപ്പൊ മമ്മൂക്കയുടെ ഡെയിലി കണ്ട് മമ്മൂക്കയുടെ നടത്തും, മമ്മൂക്കയുടെ ആ ഒരു ആ പടം നിങ്ങൾക്ക് ഒന്നുകൂടെ കണ്ടാൽ, ഞാൻ എന്റെ സീൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ മമ്മൂക്കയെ അറിയാതെ ഇമിറ്റേറ്റ് ചെയ്തു. ചട്ടമ്പിനാടിന്റെ ഒക്കെ ഒരു അത് ആക്ച്വലി അത് കേറി കിടന്നതാ. അതായത് ഞാൻ ഇദ്ദേഹത്തിനല്ലേ കാണുന്നത്, പുറമേ കണ്ടിട്ട് തിരിച്ച് ഞാൻ ആദ്യമായിട്ടാ മമ്മൂക്കയോട് ആ പടം ചെയ്യുന്നത്, മമ്മൂക്കയോടെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇതുപോലെ എന്നെ പെട്ടെന്ന് വിളിച്ചു. എന്ന് പറഞ്ഞാ നീ ഇതുപോലെ മംഗലാപുരംകാരനൊരു ഷെട്ടിയാണ്, മലയാളം പറഞ്ഞ ഷെട്ടിയാണ്. ഓക്കെ എന്ന് പറഞ്ഞു. വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു വേറെ ഫീല്. പിന്നെ ഡയലോഗ് ഡെലിവറി ഒക്കെ അങ്ങനെ ആയി, കൈ പിടിക്കുന്നതും എല്ലാം. അപ്പൊ എന്നോട് ആദ്യം നീ മമ്മൂക്കയ്ക്ക് പഠിക്കല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ എങ്കിലും പോയ ചെന്നപ്പള്ളിയിൽ ആ സീൻ കാണും മനസ്സിലാവും. പക്ഷെ അത് വലിയ കുഴപ്പമില്ലാതെ പോയി. പിന്നെ കോമഡി, കുറച്ച് മണ്ടത്തരവും അപ്പൊ ഡയലോഗ് ഡെലിവറി ഒക്കെ നല്ല രസമായിരുന്നു. അങ്ങനെ ആകെ കൂടെ ഞാനൊരു കുറച്ച് കോമഡിയുള്ള പരിപാടി എനിക്ക് തോന്നുന്നത് നമ്മളല്ല അത് ചെയ്യുന്നത്. ഇത് വാട്ട് ഈസ് റിട്ടൺ ഡൗൺ, അത് വൃത്തിക്ക് എഴുതി കിട്ടിയ സാധനങ്ങൾ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ തെറ്റില്ലാതെ ചെയ്താൽ തന്നെ സാധനം വർക്കാം. എല്ലാം മാറ്ററാണ് കേട്ടോ. ഈ പറഞ്ഞ കോസ്റ്റ്യൂം നമുക്ക് കയറുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ദേഹത്തേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ചില സറൗണ്ടിങ്, ഓപ്പോസിറ്റ് ആർട്ടിസ്റ്റ്. ഇപ്പൊ ചില ആൾക്കാർ, ചില ആർട്ടിസ്റ്റിന്റെ മുന്നിൽ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ച് പലയിടത്തും പോയി നിന്നിട്ടുണ്ട്. ചില ആൾക്കാർ നമ്മൾ ഓപ്പോസിറ്റ് തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചേട്ടനൊക്കെ ആദ്യം ഫേസ് ചെയ്തിട്ടുണ്ടാവും. ചില ആൾക്കാർ ഓപ്പോസിറ്റ് ഒന്നും ഭയങ്കര പേടിയാണ്. മമ്മൂക്കൊക്കെ വരുമ്പോ, മമ്മൂക്കൊക്കെ വന്നപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. പേടിയെന്ന് വെച്ചാൽ ശരിക്കും വിറച്ചിട്ടാണ് നിന്ന്. പക്ഷെ മമ്മൂക്ക അത് ബ്രേക്ക് ചെയ്തു. മമ്മൂക്ക വന്നിട്ട് ഭയങ്കരമായിട്ട് ബ്രേക്ക് ചെയ്തു. നമ്മൾ പേടിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ മനസ്സിലാവും എന്തെങ്കിലും. നേരെ തോളത്ത് പുറത്ത് ഇട്ടിട്ട് നമ്മളെ കമ്പനി അടിച്ച് പിന്നെ അതങ്ങ് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല, തെറ്റിച്ചാലും. നമുക്ക് അറിയാം, ഞങ്ങളിങ്ങനെ ഓപ്പോസിറ്റ് സീൻ പുള്ളിക്കാരൻ്റെ അടുത്ത് വന്നിരുന്ന് ഞാൻ പറഞ്ഞൊരു കുഞ്ഞൊരു ഡയലോഗാണ്, എന്തോ ഒരു ചെറിയ ഡയലോഗ്, എനിക്ക് പറ്റുന്നില്ല. നമുക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്നത് അപ്പം നമുക്ക് മനസ്സിലാവും. നമുക്ക് എന്നെ നോക്കാതെ ശ്രമിക്കാൻ നോക്കുന്നു, അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു. നീ പറഞ്ഞൊന്ന് കാണുന്നത് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ആ ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് സോറി കേട്ടോ, എടാ കുഴപ്പമില്ല, സമയമുണ്ട്, ഞാൻ 2 മണിക്കേ പോകത്തുള്ളൂ, ഇനിയും കിടപ്പ് 2 മണിക്കൂർ തെറ്റിച്ചു വന്നോ. ഇത് കേട്ടപ്പോ അപ്പൊ അത് അടുത്ത ടേക്ക് ഓക്കെ. കാരണം അത് നമ്മുടെ പേടി മൊത്തം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ, ഇവിടെ നിൽക്കുന്ന ആൾ ആദ്യമൊക്കെ തുടക്കം. ഇപ്പം പിന്നെ അത് കുഴപ്പമില്ല. ഈ റിയൽ ഫൈറ്റേഴ്സ് റോയൽ വാരിയേഴ്സ് ട്രോളുകൾ കാണാറുണ്ടോ? പിന്നെ അതൊക്കെ ഒത്തിരി കാണുന്നത്. ആരുടെ ട്രോള് കാണുന്നതാണ് നമ്മൾക്ക് കുറച്ച് റീച്ച് കൂടുതൽ കിട്ടിയത്. അല്ല ശരിക്കും നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ അത് പിന്നീട് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്? അത് ആക്ച്വലി തുടക്കത്തിൽ നമ്മുടെ അത് ആർട്സ് ആൻഡ് സയൻസ് എന്നായിരുന്നു. ഞങ്ങള് ആർട്സും അവർ സയൻസുകാരുമായിരുന്നു. അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പല കോളേജിലും ഇത് ഇങ്ങനെ ആയതുകൊണ്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്ത പണിപാളിപ്പോ. മാസ്റ്റർ പീസിനകത്ത് നമ്മൾ 2 ഗ്രൂപ്പാണ്. നമുക്ക് അതിലേക്ക് വരുന്ന ഗ്രൂപ്പാണ് റിയൽ ഫൈറ്റേഴ്സ്, റോയൽ വാരിയേഴ്സ്. അപ്പൊ അതിൽ സീനുണ്ട്. അപ്പം ഞാനിത് കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ടീം ഇഷ്ടപ്പെടുന്നു അതിന്. അങ്ങനത്തെ ഒരു റോയൽ വാരിയേഴ്സിലെ റോഷൻ ചെറിയ വിട്ടിരുന്ന ഞങ്ങൾ റിയൽ ഫൈറ്റേഴ്സിന് എതിർപ്പില്ല. ഈ സാധനം ഭയങ്കരമായിട്ട് കയറി കത്തി. പല ട്രോളിനും അത് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നുള്ള സാധനം ഫോട്ടോ അങ്ങനെ. അത് അല്ല, ഒരു കണക്കിന് അങ്ങനത്തെ ട്രോളുകളും മീമുകളും അഭയകുമാർ കുറച്ച് അഹെഡ് ഓഫ് ടൈം ആയിരുന്നു. നമ്മൾ ഇപ്പോഴൊക്കെ ആണെങ്കിൽ അഭയകുമാർ കുറച്ചും കൂടി ട്രോൾ മെറ്റീരിയൽ ആയിരുന്നു. അത് ഞാനെപ്പോഴും പറയും, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അമ്പാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണല്ലോ.
അപ്പോൾ ബേസിക്കലി അതേ ടെംപ്ലേറ്റ് തന്നെയാണ് ആ അഭയകുമാറിന്റെ ടെംപ്ലേറ്റ്. അതായത് ഒരു നല്ല മുതലാളിയുടെ ഒരു മണ്ടനായിട്ടുള്ള ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു ശിഷ്യൻ, മുതലാളി പറയുന്നതൊക്കെ ശരിയെന്ന് വിശ്വസിക്കുന്ന. അത് ഈ മുതലാളി പരിപാടി കുറെ എണ്ണത്തിന് നന്നായി വർക്കായിട്ടുള്ളതാണ്. അപ്പോൾ മറ്റേ അശോകൻ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ആ ടെംപ്ലേറ്റ് തന്നെയാണ് ബേസിക്കലി അഭയകുമാർ. അതായത് ഇച്ചിരി മണ്ടത്തിലൊക്കെ ഉള്ള ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു മുതലാളി സ്നേഹമുള്ള ഒരു തൊഴിലാളി. ആൾക്കാർ ഒത്തിരി ഉണ്ട്, അങ്ങനത്തെ ആൾക്കാരുണ്ട്. അല്ല, അത് റിയൽ ആണ്. ഞാൻ പറഞ്ഞത് ക്രിയേറ്റഡ് ഒന്നും അല്ല. ഇത് ലൈഫിൽ അങ്ങനത്തെ ആൾക്കാരെ കണ്ടു തന്നെയാണ് രഞ്ജിത്തിന്റെ അകത്ത് കൊണ്ടുവന്നത്. അതെല്ലാം എല്ലാവരും യൂസ് ചെയ്യില്ല. പക്ഷെ അത് സംഭവിച്ചു കഴിഞ്ഞാൽ, അതിൽ വർക്കായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റിയാലിറ്റി തോന്നുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ ഇതിൽ തന്നെ നമ്മളെപ്പോഴും നേരത്തെ പോലീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പൊ ഇതിന്റെ അകത്ത് തന്നെ വിളിക്കുമ്പോഴും പോലീസ്. അപ്പൊ ഞാൻ പോലീസ് അല്ലാത്ത അപ്പൊ പ്രദീപ് പറഞ്ഞു ഇതിലെല്ലാവരും പോലീസ് തരാം. അപ്പൊ ഇതിന്റെ അകത്ത് പോലീസ് അല്ലാത്തൊരു വേഷം തരാൻ. അപ്പൊ ഇപ്പൊ ഇതിലേക്ക് വരുമ്പോഴേ ഇപ്പൊ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയൊക്കെ എന്താ ചെയ്യുക? ഇതിൽ പക്ഷെ എനിക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നില്ല. കാരണം എന്താ വെച്ചാൽ, ഒന്ന് ആ ക്യാരക്ടർ രാജു എന്നാണ് ക്യാരക്ടർ പേര്. രാജു എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പോലീസുകാരൻ എന്ന് പറയുന്നത് ഭയങ്കര ഓണസ്റ്റ് ആയിട്ടുള്ള, ഭയങ്കര നല്ലവനായിട്ടുള്ള, ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വളരെ സീനിയർ ആയിട്ടുള്ള, കുറച്ച് ഏജ്ഡ് ആണ് ക്യാരക്ടർ. അപ്പോൾ ഞാൻ ആ സ്പെക്സ് ഒക്കെ എൻ്റെ ഓൺ സ്പെക്സ് തന്നെ യൂസ് ചെയ്ത് അങ്ങനെയാണ്. അപ്പോൾ ആ മീറ്ററിലാണ് കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള, അവിടുത്തെ നാട്ടുകാരോടൊക്കെ ഭയങ്കര സ്നേഹമുള്ള, ഈ നാട്ടുകാരും പോലീസ് സ്റ്റേഷനും തമ്മിലുള്ള ഒരു വിഷയങ്ങൾ ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട ഒരു കണ്ടന്റാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ ഇയാളുടെ ഈ ക്യാരക്ടർ ഞാൻ അധികം ചെയ്യാത്ത, ഞാൻ 90% മോശക്കാരനായ പോലീസുകാരനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. നല്ലവനായ പോലീസുകാരൻ വളരെ ചുരുക്കമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള, എനിക്ക് തോന്നുന്നത് അതുപോലത്തെ ഒരു ക്യാരക്ടർ, അതേ മീറ്റർ ക്യാരക്ടർ അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, ഞാൻ പറയുന്നത് എപ്പോഴും നമ്മുടെ ക്യാരക്ടറിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് കാണുള്ളൂ. അതിപ്പോൾ വില്ലൻ ക്യാരക്ടർ ആയാലും ഞാൻ പറയുന്നത് ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ക്യാരക്ടറിന് എപ്പോഴും അതാ നല്ലത്. നമ്മൾ ചെയ്യുന്നത് ശരിയെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോയാലേ നമുക്ക് ആ ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കൺവിക്ഷനോട് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ വളരെ അതിനെ അയാളുടെ ശരികൾ കണ്ടിട്ടാണ് നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകുന്നത്. കാരണം അത് ഞാൻ ചെയ്യുന്നത് തെറ്റാന്ന് നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ക്യാരക്ടർ ചിലപ്പോൾ എവിടെയെങ്കിലും പാളിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വളരെ അങ്ങനെ രീതിയിൽ അപ്രോച്ച് ചെയ്ത കാരണം എനിക്കത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. അത് റിപ്പീറ്റഡ് ആയിട്ട് തോന്നിയില്ല. അതുപോലത്തെ ഒരു മീറ്ററുള്ള ഒരു ക്യാരക്ടർ ഒരു പക്ഷേ ഞാൻ ചെയ്തിരിക്കുന്നത് പുള്ളി എന്ന് പറഞ്ഞ സിനിമയിലായിരിക്കും. പുള്ളി അതിനാണ് കുറച്ചൊരു പക്വതയുള്ളൊരു, കുറെ നാളായിട്ട് ഫോഴ്സിലുള്ള, ഇതിൻ്റെ രണ്ട് വശവും കണ്ടിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിലുള്ളൊരു പരിപാടിയാണ് ഇതിൻ്റെ അകത്ത് ഈ രാജു എന്ന് പറഞ്ഞ ക്യാരക്ടർ വിളിച്ചിട്ടുള്ളത്. ഈ പോലീസ് ഇപ്പൊ ലേറ്റസ്റ്റ്ലി തുടരും വന്നപ്പോ ഈ ലാലേട്ടന്റെ ചാട്ടം നേരിട്ട് കണ്ട ഒരാൾ കൂടെയാണല്ലോ. അത് ശരിക്കും എങ്ങനെയായിരുന്നു റീല്? അയ്യോ, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ അങ്ങനെ ഒരുപാട് സിനിമകളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ആക്ഷൻ സീക്വൻസുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്യാൻ ഭയങ്കര രസമാണ്. ഞാൻ ആറാട്ടിൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒന്ന് അദ്ദേഹത്തിനോട് നമുക്ക് അത്രയും റെസ്പെക്റ്റും അദ്ദേഹത്തിനോട് അത്രയും ഇഷ്ടവും. അദ്ദേഹം ഒരു ആക്ഷൻ ചെയ്യുമ്പോഴോ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അകത്ത് ലാലേട്ടൻ നമ്മളോട് ഭയങ്കര ഒരു സ്നേഹം അതിൻ്റെ അകത്ത് ഉള്ളിൽ എവിടെയോ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആക്ഷൻ്റെ ഇടയിൽ എന്തെങ്കിലും പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പുള്ളി മോഡ് ഷിഫ്റ്റ് ചെയ്ത് ലാലേട്ടനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആറാട്ടിൽ ഈ മറച്ചടിക്കുമ്പോൾ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയുടെ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തു സിനിമയ്ക്ക് വന്നതിന് ശേഷം. കാരണം ഇത് കറങ്ങിപ്പോയിട്ട് ഞാൻ തലകീഴായിട്ട് നിൽക്കുക. അപ്പോൾ ബാലൻസ് ഇല്ല. അപ്പോൾ നമ്മൾ എപ്പോൾ തൊട്ട് പിന്നിൽ ജീപ്പുണ്ട്, ഈ ജീപ്പ് പോയി തലയിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് മറച്ചിട്ടതിന് ശേഷം ഇത് ഔട്ട് ഓഫ് ബാലൻസ് ആയത് കണ്ട വഴിക്ക് ലാലേട്ടൻ വന്ന് അപ്പോൾ പിടിച്ച് സപ്പോർട്ട് ചെയ്ത് അപ്പോൾ തന്നെ കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ അത് സ്വിച്ച് ഓഫ് ചെയ്യാൻ പുള്ളിക്കറിയാം, നേരെ സ്വിച്ച് ഓൺ ചെയ്യാനും പുള്ളിക്കറിയാം. അപ്പോൾ അതിലൂടെ ആക്ഷൻ ചെയ്യാൻ ഭയങ്കര രസമാണ്. നേരെ ഇതിൽ തുടരുമിൽ വന്നു കഴിഞ്ഞാൽ ഇതേ സീക്വൻസ് തൊട്ട് മുമ്പ് എടുത്തത് എന്താ വെച്ചാൽ, തൊട്ട് മുമ്പാണോ അത് കഴിഞ്ഞിട്ടാണോ എനിക്ക് ഓർമ്മയില്ല, എന്നെ വലിച്ച് ഈ മേശപ്പുറത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. അപ്പോൾ ഈ വലിച്ച് ഇട്ടപ്പോൾ എൻ്റെ റോപ്പിലിട്ട് വലിച്ച് മേശമ്മ കൂടെ അങ്ങനെ വലിച്ചാണ് അപ്പുറത്തേക്ക് വീഴുന്നത്. അപ്പോൾ ഈ ഷോട്ട് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് AD സാറോ, അയ്യോ സാർ അത് ഒന്നാമത് ഹാൻഡിൽഡ് പോകുമ്പോൾ നമുക്ക് ആരൊക്കെ ഫ്രെയിമിൽ വരുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ ഫ്രെയിമിങ്ങിലനുസരിച്ച് ബിനു അതിൻ്റെ ഫോർഗ്രൗണ്ടിലുണ്ട്, ബിനുപപ്പും ഉണ്ട്, അടികെട്ടി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ബാക്ക് ചെയ്ത് വന്നപ്പോൾ പുള്ളിയുടെ പോർഷൻ വന്നു, പുള്ളി ഇല്ല. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് ബിനു അപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമില്ലാതെ ഇരുത്തണ്ടല്ലോ വെച്ചിട്ട് ADസും പറഞ്ഞു പുള്ളി ഈ ഷോട്ടിലില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്ത് പറ്റി കഴിഞ്ഞാൽ എന്തോ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ എന്താ പറ്റി വെച്ചാൽ ആ ഷോട്ടിൽ ഈ ഫ്രെയിം വന്നപ്പോൾ ഇത് റീടേക്ക് എടുക്കേണ്ടി വന്നു. ആൻഡ് ദാറ്റ് ടു ഇത് ഇങ്ങനത്തെ ഒരു ഷോട്ടാണ്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ലാലേട്ടൻ ദേഷ്യപ്പെടുന്നത് കാണുന്നത്. ലാലേട്ടൻ പറഞ്ഞു,
അതെന്താ ഇത്ര റിസ്കി ആയിട്ടൊരു ഷോട്ട് ഒരു ആർട്ടിസ്റ്റ് ചെയ്യല്ലേ, അടുത്ത് ചെയ്യുമ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയാലോ. അപ്പോൾ ഇത് ബൈ ഗോഡ്സ് ഗ്രേസ് ഒരു കുഴപ്പമില്ലാതെ പറ്റി. പക്ഷേ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, ബിക്കോസ് ഫ്രെയിമിൽ അദ്ദേഹം ഇരിക്കണം. അത് നിങ്ങൾ നേരത്തെ പറയേണ്ടതായിരുന്നു, എന്താണ് നിങ്ങളത് പറയാഞ്ഞത്, ഇത് ഭയങ്കര ഇംപ്രോപ്പറാണ് എന്നൊക്കെ പറഞ്ഞ് ആദ്യമായിട്ടാണ്. അവരുടെയും തെറ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ ബിഗിനിങ് ഫ്രെയിമിൽ ഒരു പക്ഷേ ഈ ഹാൻഡിൽഡ് പിടിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ സ്റ്റഡിക്കാൻ പിടിക്കുമ്പോഴൊക്കെ ചെറിയ മാറ്റങ്ങൾ വരും. കാരണം മൂവ്മെൻറ്റ് നമ്മൾ പക്കാ കൊറിയോഗ്രാഫ്ഡ് ആണെങ്കിലും കുറച്ച് അങ്ങോട്ടോ കുറച്ച് ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഇത് വ്യത്യാസം വരും. അപ്പോൾ അങ്ങനത്തെ എഡ്ജിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ ആളെ കൊണ്ടുവന്ന് ഇരുത്തേണ്ടതല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഏട്ടാ കുഴപ്പമില്ല, ചിലപ്പോൾ അടുത്ത് ചെയ്യുമ്പോൾ ഇപ്പം എനിക്ക് ഫ്രെയിം അറിയാമല്ലോ, അപ്പോൾ കറക്റ്റായിട്ട് വീഴേണ്ട പോർഷനൊക്കെ എനിക്ക് കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റും, അതാണ് സത്യം. അപ്പോൾ ഞാൻ കഴിഞ്ഞുകൊണ്ട് പറഞ്ഞില്ല ഏട്ടാ അപ്പോൾ അത് രണ്ടാമത് ചെയ്ത് നന്നായില്ലേ എന്ന് ഞാൻ പോയി പറഞ്ഞു, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അവർ ചെയ്തതിൽ പ്രശ്നമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു അതല്ല ശ്രീത്ത്, അത് സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചെറിയ ഒന്ന് കുറേ അപകടങ്ങൾ കാണുന്നതല്ലേ, അത് വളരെ കെയർഫുള്ളായിട്ട്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു റിസ്കി ഷോട്ട് എടുക്കുമ്പോൾ ചെയ്യണം. ചാട്ടം പുള്ളി തന്നെ ചെയ്തതാ, ഒരു പരിപാടിയും ഇല്ല, ഒരു റോപ്പുമില്ല, ഒന്നുമില്ല പുള്ളി. അതിന് അത് കണ്ടപ്പോൾ തന്നെ എക്സ്പ്രഷൻ റിയൽ ആയിട്ടുള്ള എക്സ്പ്രഷനാണ് ഇത്. പുള്ളി ഭയങ്കര, പിന്നെ പുള്ളിയുടെ ആ എനർജി ഉണ്ടല്ലോ ഫൈറ്റൊക്കെ എടുക്കുമ്പോൾ പുള്ളി ബാക്ക് ടു യൂത്താണ്. ഒരു 20 വയസ്സുകാരൻ കിടന്ന് കളകുന്ന പോലെയാണ്. അപ്പോൾ നമുക്കും ഭയങ്കര രസമാണ്. ഞാൻ ആ സമയത്ത് മുട്ടയൊക്കെ അടിച്ചിരിക്കുക ഈ ഫീനിക്സിന് വേണ്ടി, ആ സമയത്ത് ആ അപ്പിയറൻസിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അപ്പോൾ എൻ്റെ അടുത്ത് ആ ക്യാരക്ടർ വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് ബിനു പറഞ്ഞു, ഞാനിങ്ങനെ തരുണിനെ വിളിച്ചുകൊണ്ടിരിക്കുക, തരുണിനെ ഓപ്പറേഷൻ ജാവയ്ക്ക് വിളിച്ചിട്ട് പോകാൻ പറ്റാത്തതിൻ്റെ വലിയ കുറ്റബോധമുള്ള ഒരാളാണ് ഞാൻ. അതിൽ ഭയങ്കര വേഷമൊന്നും ആയിരുന്നില്ല, പക്ഷേ അന്ന് തരുണിൻ്റെ സത്യം പറയാമല്ലോ, ഞാൻ തരുണിനോട് പറഞ്ഞിട്ടുള്ള കാര്യം, തരുണിനെ അറിയില്ല, തരുണിൻ്റെ ആദ്യത്തെ പടം. അപ്പോൾ ഒരു പടത്തിന് വിളിക്കുന്നു, അതിൻ്റെ തലേ ദിവസം വിളിക്കുന്നു, ഒരു വേഷം ഒരു ചെറിയ പോലീസ് ക്യാരക്ടർ, അപ്പോൾ എൻ്റെ തുടക്കത്തിലുള്ള ഒരു പോലീസ് ക്യാരക്ടർ, അതിൻ്റെ അകത്ത് വിളിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ നമ്മൾ സംസാരിച്ച് അത് സെറ്റായില്ല, ശരി ഓക്കെ അങ്ങനെ വിട്ടു. ഭയങ്കര വേഷം വിട്ടു. പിന്നെയാണ് ഈ പടം കണ്ടപ്പോൾ ഈ പുള്ളിയുടെ കയ്യിൽ ഗംഭീര പരിപാടി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് പാളിപ്പോയല്ലോ, ഇത് പോയി ചെയ്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വിളിയോട് വിളിയാ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് അന്ന് അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവസാനം ഇതിന് വിളിച്ചിട്ട് പറഞ്ഞു ശ്രീത്ത് ബിനുവാ പറഞ്ഞത്, ഇതിന് ചെയ്യാനുള്ള പരിപാടിയൊന്നും ഇല്ല, ഒരു ശരിക്കും പറഞ്ഞാൽ ഫൈറ്റൊക്കെ ചെയ്യാവുന്നൊരു പരിപാടിയുള്ളൂ, ശ്രീത്ത് ചെയ്താൽ ആ സീൻ ഒന്ന് ലിഫ്റ്റ് ആവുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം ഒരു ആക്ടർ ചെയ്യുമ്പോൾ അത് ഒരു ഫൈറ്റർ ആണെങ്കിൽ എന്തായാലും ലാലറ്റ് അടിച്ചിടും, നിങ്ങളായാലും ചിലപ്പോൾ ലാലറ്റ് അടിച്ചു എന്ന് തോന്നിയേക്കാം, പക്ഷെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു ഡൗട്ടെങ്കിലും അതിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ആ സീനൊന്ന് ലിഫ്റ്റ് ആവും. അപ്പോൾ നിങ്ങളും പിന്നെ ജെയ്സും ആ സീനിലുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ 2 ആക്ടേഴ്സ് അതിൻ്റെ അകത്ത് ഉണ്ടാവും, അതുണ്ടെങ്കിൽ അതൊന്ന് ലിഫ്റ്റ് ആവും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ഞാൻ പറഞ്ഞു സിനിമയ്ക്ക് ആ സീനിന് എന്തെങ്കിലും ഒരു ലിഫ്റ്റ് അത് കാരണം ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് ഉപകാരമുണ്ട്. പക്ഷെ എനിക്ക് നല്ല ഉപകാരം കിട്ടി, കാരണം ഈ പറഞ്ഞ പോലെ എല്ലാ മീമിലും ചാടിക്കഴിഞ്ഞാൽ കാണിക്കുന്നത് തന്നെയാണ്. അപ്പം നമ്മൾ കുറച്ചൊന്ന് ആ സമയത്ത് ആ റിയാക്ഷനും പുള്ളി ചാടും. പിന്നെ അതുപോലെ മറ്റേ ഹെഡ്സെറ്റ് വെച്ചിട്ട് മറ്റേ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തെ മറ്റേ തൂക്കിയിട്ട് അങ്ങനത്തെ ചില ഡയലോഗ്സൊക്കെ ആ ക്യാരക്ടറുടെ മീറ്ററും അത് അയാളുടെ ഒരു പവറും. എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ വിളിച്ച് പറഞ്ഞു ആ ഫർഹാനെ നോക്കുന്ന നോട്ടം, ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് തല ഇങ്ങനെ വെള്ളം കളഞ്ഞിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് നോക്കുന്ന നോട്ടവും. അങ്ങനെ നമുക്ക് ഒരു സിനിമയിൽ 1-2 ഷോട്ട് മതി, അത് അങ്ങനെ പവർഫുള്ളായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സീനോ ഒരു ഷോട്ടോ 50 സീനോ എന്നുള്ളതല്ല, അത് എടുക്കുന്ന ആളുടെ കയ്യിലിരിക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ അതിൻ്റെ ഒപ്പം കൂടെ പ്ലേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്കാവും. അത് നമുക്കൊരു ആ കോൺഫിഡൻസ് എനിക്കുണ്ട്. നമ്മൾ അങ്ങനത്തെ സാധനം ചെയ്താൽ അവിടെ നിൽക്കും. ഇപ്പം മാളികപ്പുറം അതുപോലത്തെ ഒരു വേഷം ഒറ്റ സീൻ ഉണ്ടായിരുന്നുള്ളൂ, ആ ഒരു സീൻ നമുക്ക് അങ്ങനെ അത് പ്ലേസ് ചെയ്ത സ്ഥലം, ഇതും അത് പ്ലേസ് ചെയ്ത സ്ഥലമാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം ലാലേട്ടൻ്റെ ക്യാരക്ടർ ഒരു ഭയങ്കര ഒരു ഡയമെൻഷണൽ ചേഞ്ച് വരുന്നൊരു സ്ഥലത്താണ് ഇത് പ്ലേസ്ഡ് ആക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് നമ്മുടെ ഒരു അപ്പിയറൻസ്, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ അവിടെ കൊണ്ടുവന്ന് ആ ക്യാരക്ടറൊപ്പം ട്രാവൽ ചെയ്താൽ തന്നെ നമ്മുടെ ക്യാരക്ടർ അവിടെ ആൾക്കാർ മറക്കാതെ നിന്നോളും. ദാറ്റ് ഈസ് ഗുഡ് ഇനഫ്. റിലീസൊക്കെ ടെൻഷനൊക്കെ ഉണ്ടാവാറുണ്ട്? റിലീസിനോ? ഇല്ല, ഞാൻ ആ കൂടെ ടെൻഷൻ അടിച്ചപ്പോൾ അൻവരയ്ക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെ ടെൻഷൻ അടിച്ചൊന്നുമില്ല. തട്ടമൊക്കെ ഇറങ്ങുമ്പോൾ തട്ടം അങ്ങനെ ടെൻഷൻ അടിക്കാനുള്ളൊരു പ്രായമായിട്ടില്ല. അല്ല നമ്മള് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കേരളത്തിലെ തട്ടത്തിനകത്ത് അങ്ങനെ എനിക്ക് വലിയ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആ പടത്തിന്റെ പോസ്റ്റ് തന്നെ നമുക്ക് ആ പടം വർക്കാണെന്നുള്ള ഒരു പരിപാടി. അപ്പം ആ ശ്രീധേട്ടൻ പറഞ്ഞല്ലേ കറക്റ്റ് ഇമ്പാക്ട് എന്താണ് കേരളത്തിലെ അമ്പിളാർക്ക് എന്തിനാണ് 6 പാക്ക് എന്ന് ചോദിക്കുന്നത് ഇംതിയാസിനെ കണ്ടിട്ടാണ്. അല്ല, എനിക്ക് വിനീതേട്ടൻ ആദ്യം വിളിക്കുമ്പോഴേ പറഞ്ഞായിരുന്നു ഇതിനകത്ത് പടത്തിനകത്ത് ഒരു ഷോട്ടൊക്കെ ഉണ്ടാവത്തുള്ളൂ.
അപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് സിനിമ എന്നുള്ളൊരു പരിപാടി മനസ്സിലേക്ക് കയറിയിട്ടില്ല. സിനിമ ഉണ്ട്, പക്ഷെ അത് ഫ്യൂച്ചറിലാണ്. അപ്പം മോഡലിംഗ് പരിപാടിയായിരുന്നു ഞാൻ അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ പെട്ടെന്ന് 6 പാക്ക് ഉള്ള ഒരാളെ പുള്ളി കാസ്റ്റ് ചെയ്തതാണ്. അങ്ങനെ ഞാൻ പടത്തിൽ വന്നതും. അപ്പോൾ എനിക്ക് സിനിമാ ലോകം ഭയങ്കര പുതുതായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്കത് ഒരു സാധാരണ ഒരു പടം ഇറങ്ങിയൊന്നുമല്ല ആ പടം. ശരിക്കും എൻ്റെ ഫസ്റ്റ് പടം എന്ന് പറയാൻ ആൻമരിയ തന്നെയാണ്. അതെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ ആശംസകളും. ഈ വർഷം ആദ്യത്തെ റിലീസുകളിലൊന്നാണ്. അപ്പോൾ നല്ലൊരു തുടക്കം ആവട്ടെ. താങ്ക് യു ഫോർ ദ ടൈം. താങ്ക് യു.